മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ റവന്യൂ മന്ത്രി കെ രാജനെ വിമർശിച്ച് ജില്ലാ പഞ്ചായത്ത്. മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് സർക്കാരാണെന്നും ഇതനുസരിച്ചാണ് പട്ടിക അംഗീകരിക്കേണ്ടി വന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ വ്യക്തമാക്കി. പട്ടിക തയ്യാറാക്കിയത് മേപ്പാടി പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ ദുരന്ത നിവാരണ സമിതിയും ചേർന്നാണെന്നായിരുന്നു റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന. മന്ത്രി കെ രാജന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇങ്ങനെ: സർക്കാർ പ്രഖ്യാപിച്ച ലിസ്റ്റ് സർക്കാർ ഇതുവരെ ലിസ്റ്റ് തൊട്ടിട്ടില്ല. സർക്കാർ ലിസ്റ്റ് തൊടേണ്ട ഘട്ടമായിട്ടുമില്ല. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും നടത്തുക അവിടുത്തെ DDMA ആണ്. ഇതിനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സർക്കാർ മാനദണ്ഡങ്ങളാണ് പുനരധിവാസത്തിൽ അർഹരെ നിർണ്ണയിക്കുന്നതിലെ പ്രതിസന്ധിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. 532 കുടുംബങ്ങളുടെ ഗുണഭോക്തൃ പട്ടിക ഗ്രാമപഞ്ചായത്ത് സർക്കാരിന് നേരത്തെ സമർപ്പിച്ചതാണ്. എന്നാൽ സർക്കാർ നിശ്ചയിച്ച 50 മീറ്റർ പരിധിയടക്കമുള്ള മാനദണ്ഡങ്ങൾ ഇതിന് തടസ്സമാവുകയാണ്. നിലവിലെ പട്ടികയുടെ ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിനാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ഇറക്കിയ ഉത്തരവുകൾ അല്ലെങ്കിൽ ടിങ്കു ബിസ്വാൾ ജില്ലാ മേപ്പാടി പഞ്ചായത്ത് മെമ്പറല്ല, ഉത്തരവ് ഇറക്കിയത് അവരാണ്. അപ്പോൾ അവരിറക്കിയ ഉത്തരവ് രാജൻ മിനിസ്റ്റർ അറിയാതെ ഇറക്കിയ ഉത്തരവാണ്. അപ്പോൾ രാജൻ മിനിസ്റ്റർ അടക്കമുള്ളവർ ഇറക്കിയ ഉത്തരവ് കാരണമാണ് ഇപ്പോൾ കുറേ പേര് പുറത്തു പോയത്. അത് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയം സ്കൂൾ റോഡിലെ പടവെട്ടിക്കുന്ന് മേഖലയിൽ ഉൾപ്പെട്ട 27 കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രക്ഷോഭ വഴിയിലേക്ക് നീങ്ങാനാണ് ഇന്നാട്ടുകാരുടെ തീരുമാനം. സർക്കാർ ഞങ്ങളെ നേരെ കണ്ണു തുറന്നിട്ടില്ല. ഈ പടവെട്ടിക്കുന്നിനെ മാറ്റിയിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഈ സ്കൂൾ റോഡ് പെട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ. അത് ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താക്കിയത്, പടവെട്ടിക്കുന്നാക്കി. മക്കളെ കൊണ്ട് വേണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം പ്രയാസപ്പെട്ടിട്ട്. അപ്പോൾ ഈ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാം കഴിഞ്ഞ ഉടൻ അതിശക്തമായ സമരവുമായിട്ട് ഈ കുടുംബങ്ങൾ മുന്നോട്ട് പോകും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട 3ാം പട്ടികയിലും കല്ലുകടിയായതോടെ നടപടികൾക്ക് വേഗം കുറയുമോ എന്നാണ് ദുരന്തബാധിതരുടെ ആശങ്ക. 24 വയനാട്.